ഹായ് ഗൈസ്, ഞങ്ങൾ അങ്ങനെ കെട്ടും കെട്ടി കുടുംബസമേതം ഇറങ്ങിയത് ഒന്നല്ല രണ്ട് അമ്പലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. പോകുന്നത് വേറൊന്നിനല്ല, ചേച്ചിയുടെ കുട്ടിക്ക് ചോറ് കൊടുക്കണം എന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ആ അമ്പലങ്ങളിൽ. സോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ ആ അമ്പലത്തിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവിലോട്ടാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. ഇവിടെ നല്ലൊരു അമ്പലക്കുളം ഉണ്ട് കേട്ടോ. എപ്പോൾ ഇവിടെ വന്നാലും ഈ അമ്പലക്കുളത്തിലൊക്കെ വന്ന് കാലൊക്കെ കഴുകിയിട്ടാണ് നമ്മൾ അമ്പലത്തിലോട്ട് കയറാറുള്ളത്. കുറേ മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ചേച്ചിയുടെ കുട്ടീനെ മാമൻ്റെ മടിയിൽ ഇരുത്തിയിട്ട് ചോറ് കൊടുക്കാൻ വേണ്ടി ഇരുത്തുകയാണ് കേട്ടോ. അവളാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എന്താ ഇവിടെ നടക്കണേ, എൻ്റെ കുട്ടുമാമ എന്താ എനിക്ക് തരണേ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആളാണെന്നുണ്ടെങ്കിൽ വണ്ടിയിലൊക്കെ ഇരുന്ന് ഉറങ്ങി നല്ല ഫ്രഷ് ആണ് കേട്ടോ. ഇത് എന്താ സംഭവം, മുന്നിൽ ഒരു ഇല വെച്ചിരിക്കുന്നു, ചുറ്റും ആൾക്കാരിയ്ക്കുന്നു, കുട്ടുമാമയാണെങ്കിൽ എന്തൊക്കെയോ തലയിൽ വെക്കുന്നു. അങ്ങനെ എന്താണ് ഏതാണെന്ന് അറിയാതെ എല്ലാവരും ഇങ്ങനെ നോക്കി ഭയങ്കര ഒരു ഹാപ്പി മൂഡിലാണ് പുള്ളിക്കാരി ഇരിക്കുന്നത്. ഓൾറെഡി ഇവൾക്ക് ഗുരുവായൂരൊക്കെ പോയിട്ട് ചോറ് കൊടുത്തതാണ്. പക്ഷെ ഇവിടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെയും പിന്നെ മറ്റൊരു അമ്പലത്തിലും കൊടുക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഇവൾക്ക് ചോറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തു. പായസം കിട്ടിയപ്പോൾ ആളുടെ മൂഡ് അങ്ങോട്ട് മാറി. വാവ്, പായസം എന്നുള്ള രീതിയിലായിരുന്നു. ഇനി വേണം എന്നുള്ള രീതിയിൽ അവളിങ്ങനെ നോക്കുമായിരുന്നു കുട്ടുമാമ എടുക്കുന്നുണ്ടോ എന്നൊക്കെ. ആൻഡ് അവൾ ഞങ്ങൾ എല്ലാവരും പായസം കൊടുക്കുമ്പോഴും അതുവരെ ഭയങ്കര ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോരുത്തരായിട്ട് പായസമൊക്കെ കൊടുത്തു, ചോറൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്ത അമ്പലത്തിലോട്ട് പോവുകയാണ്. അത് ഇവിടെ നിന്ന് ആകെ 10 മിനിറ്റ് ദൂരേ ഉള്ളൂ. പാതിരാക്കുന്ന് മനാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നാഗങ്ങളുടെയൊക്കെ ഒരു അമ്പലമാണ്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഞാനിവിടെ മുൻപ് വന്നിട്ടുണ്ട്. അന്നേരം ഇവിടുത്തെ എൻട്രൻസ് ഇതിലൂടെ ഒന്നും ആയിരുന്നില്ല. ആ എൻട്രൻസിലൂടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. നമ്മൾ അവരുടെ മനയുടെ ഉള്ളിൽ കൂടെയാണ് കയറുന്നത് കേട്ടോ. ഇതാണ് ഒറിജിനൽ അതിൻ്റെ വഴി എന്ന് പറയുന്നത്. നമ്മൾ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു മനയുടെ ഉള്ളിലെത്തും. ആൻഡ് അവിടെ കുറേ നാഗങ്ങളുടെ ആ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ആ കാണുന്ന മന എന്ന് പറയുന്നത്. നല്ലൊരു ആംബിയൻസ് ആണ്. അതായത് കുറേ മരങ്ങളും ഈ നാഗങ്ങളുടെ ക്ഷേത്രമാണ്. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന കണക്ക് ചുറ്റും മരങ്ങൾ, നാഗങ്ങളുടെ അമ്പലങ്ങൾ കുറേ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയാണ് കേട്ടോ. ഇവിടെ കുറേ ഐതിഹ്യങ്ങൾ എന്തൊക്കെയോ ഉണ്ട്. ആൻഡ് അതിനെപ്പറ്റി നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ആൻഡ് അവിടെ ചെന്നിട്ടും അവൾ ആ പഴയ എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു. ഇവിടെയും ചോറും പായസമൊക്കെ ഉണ്ടല്ലോ എന്നുള്ള ഒരു വൈബിലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടുമാമയുടെ ചോറ് കൊടുക്കൽ കഴിഞ്ഞതിന് ശേഷം അവളുടെ ചേച്ചി പോയി ചോറ് കൊടുത്തു. അത് കഴിഞ്ഞ് അവളുടെ അമ്മായി, അതായത് ഞാൻ പോയി അവൾക്ക് തൊട്ട് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവൾക്ക് ചോറ് കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ടേക്ക് പോയി. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. ഇത്രയും നേരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നാളെ ബാക്കി വിശേഷങ്ങളായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.